മഴ പെയ്ത് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ബബ്ലൂസ് നാരങ്ങ ഇവിടെ നിലത്ത് വീണ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബബ്ലൂസ് നാരങ്ങയുടെ അവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കി. അപ്പോൾ ടെറസിൻ്റെ മുകളിലും വലിയ അവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ബബ്ലൂസ് നാരങ്ങ കുറേ വീണ് എടുക്കുന്നുണ്ട്, കുറേ ആ മരത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ മരമല്ല, പാപ്പയുടെ വീട്ടിലെ മരം കേട്ടോ. പക്ഷേ എൻ്റെ ബബ്ലൂസ് നാരങ്ങ പൊട്ടിക്കേണ്ട സ്പോട്ടാണിത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും, ബിക്കോസ് കൈ എത്തിച്ച് പൊട്ടിക്കാൻ പറ്റും. ഇതാണ് ബബ്ലൂസ് നാരങ്ങ. നമ്മളിവരെ പറയുന്ന പേരാണ് ബബ്ലൂസ് ഇൻ തൃശ്ശൂർ. യുനോ ബാക്കിയുള്ള സ്ഥലത്ത് ഇതിന് എന്ത് പേരാ പറയണമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്ത് കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ. ഇത് ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, തന്നെ അങ്ങ് ഉണ്ടായിക്കോളും. ഇത് 2 ബബ്ലൂസ് നാരങ്ങ മരം കേട്ടോ. ഒരു റെഡും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. ഈ റെഡും വൈറ്റും എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ടെറസിന് മുകളിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പൊട്ടിക്കുന്ന വരെ നമുക്കറിയില്ല ഇത് റെഡാണോ വൈറ്റാണോ നമ്മൾ പൊട്ടിക്കുന്നതെന്ന് നമുക്കും അറിയില്ല, ഈ മരത്തിന് പോലും അറിയുമെന്ന് അറിയില്ല. നമ്മൾ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോഴാണ് ഇത് റെഡാണോ ഇത് വൈറ്റ് ആണോ എന്നൊക്കെ അറിയുന്നത്. റെഡ് നല്ല ടേസ്റ്റാണ്, വൈറ്റിന് പ്രത്യേകിച്ച് ഒരു വികാരമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലേനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത് നോർമൽ നാരങ്ങയുടെ ഇല പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്മെല്ലും ഏകദേശം നമ്മുടെ നാരങ്ങയുടെ സ്മെല്ലൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബബ്ലൂസ് നാരങ്ങയെ കുറിച്ച് ഇപ്പം ഞാൻ എന്ത് പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്. പേര് മാത്രമേ മാറുള്ളൂ. എല്ലാ നാട്ടിലും ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ പേര് മാറും. നോർമലി എല്ലാ കാര്യവും അങ്ങനെയല്ലേ, എല്ലാത്തിനും പേര് മാറും.